ഗാന്ധിമിത്ര മണ്ഡലവും ഗോപിനാഥൻ നായർ നാഷണൽ ഫൗണ്ടേഷനും കൂടെ സംയുക്തമായി ചേർന്നിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് 12-ാം തീയതി അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ പൗത്രൻ്റെ പുത്രനെ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സംഘാടക സമിതിയിൽ ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്. എന്നെപ്പോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾ നിരവധിയുണ്ട്. പിന്നെ സംഘടനയുടെ വിവിധ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള ധാരാളം കാര്യകർത്താക്കൾ അതിൻ്റെ സംഘാടക സമിതിയിലുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന പ്രസ്തുത ഭവനം സ്ഥിതി ചെയ്യുന്നത് കൂട്ടപ്പന നഗരസഭയിലെ കൂട്ടപ്പന വാർഡിലാണ്. ആ കൂട്ടപ്പന വാർഡിൻ്റെ കൗൺസിലർ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ്, മഹേഷാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, മഹേഷാണ്. അപ്പോൾ ഞങ്ങളെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി, അതിഥിയാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ സംഘാടകരാണ്. ഞങ്ങളൊക്കെ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഒടുവിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ കുറിച്ചൊരു വൃത്തിഹീനമെന്ന് തന്നെ പറയാവുന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേര് പുറത്ത് സംഘാടകരായതുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് ചേട്ടൻ ഇത് അറിഞ്ഞ് പുറത്ത് ഓടി വന്ന് ഞങ്ങളോട് ഇങ്ങനെ കാര്യം ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയുണ്ടായത് ശ്രദ്ധിച്ചോ? അപ്പോൾ ഞങ്ങൾ അവിടെ കൂടിയ ഒരു 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ നമ്മൾ പറഞ്ഞൊരു പ്രതിഷേധം രേഖപ്പെടുത്തണം. പ്രതിഷേധത്തിൻ്റെ 1-ാം ഘട്ടം എന്ന രീതിയിൽ ഞങ്ങൾ ഗാന്ധി സ്മാരക നിധിയുടെ ആളുകളുമായി ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, അത് ഒന്ന് പിൻവലിക്കാൻ അല്ലെങ്കിൽ പുനരാലോചിക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നേരിട്ട് സംസാരിക്കാനാണ് കൗൺസിലറോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം വരുന്ന വഴിക്ക് വളരെ മാന്യമായ ഭാഷയിൽ, അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞു 2 മിനിറ്റ് സംസാരിക്കാനുള്ള സമയം തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും അടിച്ചുവെങ്കിലും ഗാന്ധി സ്മാരക നിധിയുടെ ആൾ 2 മിനിറ്റ് സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന വാർഡെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ വിജയിച്ച വാർഡാണ്. അദ്ദേഹം ഒരു RSSകാരനാണ്. ഞാനടക്കം ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം RSSൻ്റെയും BJPയുടെയും ഓഫീസ് ബെയറേഴ്സാണ്. ഞങ്ങളെല്ലാം കർശനമായി ഈ ഗാന്ധിമിത്ര മണ്ഡലത്തിൻ്റെ സംഘാടക സമിതിയിലും അതിൻ്റെ ഫോളോവേഴ്സുമാണ്. അതുകൊണ്ട് സാറ് വളരെ പറഞ്ഞ വാക്കിതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സർ, വി ആൾ ഹംബ്ലി റിക്വസ്റ്റ് യു ടു kindly revise or reschedule the statement that you told in the function against RSS എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നോ വേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങാൻ തയ്യാറായി. അതിന് ഞങ്ങൾ 2 പേരും മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ തൊടുകയോ അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയോ അദ്ദേഹത്തിൻ്റെ കാറിനെ ആക്രമിക്കുകയോ കൂടെ നിന്നവരുടെ യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ സാധാരണഗതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. അതിന് ഞങ്ങൾക്കെതിരെ ഇന്നലെ സ്വമേധയാ കേസെടുത്തു. സ്വാഭാവികമായി ഇത്തരത്തിൽ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിലും TV-യിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഗീയ പരാമർശം നടത്തി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല എന്ന് നടിച്ച ഇവിടുത്തെ പോലീസ് അധികാരികളോട് സംസ്ഥാന ഭരണകൂടത്തിനെതിരായി ഞങ്ങളുടെ പ്രതിഷേധം എന്ന രീതിയിൽ ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നഗരസഭാ കൗൺസിലർസ് സ്വവസതിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം നടത്തുന്ന ആ ചടങ്ങ് നടക്കുന്നത്. മുഖ്യ അതിഥിയായി ഉദ്ഘാടന ചടങ്ങിന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ തുഷാർ ഗാന്ധിയാണ് ആ പരിപാടിക്ക് എത്തിയത്. ഞങ്ങളൊക്കെ എന്നെ ക്ഷണിക്കപ്പെട്ട അതിഥി എന്നുള്ളതിൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത് സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിന് അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം RSS ഇസ് എ നാഷണൽ പോയിസൺ എന്ന നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞു പോയിട്ടൊരു വേർഡ് അതിനകത്ത് ഉപയോഗിച്ചു. അപ്പം ഞാൻ അത് മനസ്സിലായിക്കൊണ്ട് ഞാൻ ആ വേദിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആ വേദി എന്നെ വിളിച്ചു വരുത്തിയ ഒരു വേദിയിൽ ഞാൻ വളർന്നു വന്ന അല്ലെങ്കിൽ ഞാൻ പിച്ചവച്ച് നടന്ന RSSനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇരിക്കുന്നത് ശരിയല്ല, എനിക്കതിനകത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഞാൻ ആ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിന് പുറത്ത് വന്ന് ഇദ്ദേഹം വരുന്നത് വരെ ഞാൻ കാത്തു നിന്നു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരായ ശ്രീ GJ കൃഷ്ണകുമാർ മറ്റ് പ്രവർത്തകർക്ക് ഈ വിഷയം അവതരിപ്പിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ സംഘടനയെക്കുറിച്ച്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തിയിരിക്കുകയാണ്. വളരെ വിദ്വേഷകരമായ വിഷം ചേർന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിനകത്ത് പ്രതിഷേധിക്കണം എന്ന് ഞാൻ GJയുടെ അടുത്തും എൻ്റെ കൂടെ നിന്ന് 4-5 പേരെടുത്തും ആ ഗാന്ധിമിത്ര മണ്ഡലത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഗാന്ധിമിത്ര മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ മത ജാതി ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്നവരാണ് ഈ ഗാന്ധിമിത്ര മണ്ഡലത്തിലുള്ളത്. കൂടുതലും അതിനകത്ത് ഞാൻ എടുത്തു പറയാം, അതിനകത്ത് കോൺഗ്രസ്സുകാരാണ് കൂടുതലും ഉള്ളത് എന്ന് ഞാൻ വ്യക്തമായി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ആൾക്കാരൊക്കെ കുറച്ചേ ഉള്ളൂ. CPMൻ്റെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാർ കൂടുതലുണ്ട്, BJPയുടെ ആൾക്കാരുണ്ട്, ഒക്കെ എണ്ണപ്പെട്ട ആൾക്കാർ. പക്ഷേ എങ്കിലും
പൊതുവായിട്ട് അതിന് വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വിവിധ മതജാതി അടിസ്ഥാനത്തിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു വേദിയിൽ അദ്ദേഹം ഈ ഒരു RSSനെ കുറിച്ച് ഇത്തരം ഒരു പരാമർശം നടത്തിയത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം, ഈ വാക്ക് പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീ GJ കൃഷ്ണകുമാർ സംസാരിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും അത് പിൻവലിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ദേഹത്ത് സ്പർശിച്ചുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടോ ഉള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല. നമ്മൾ വളരെ ജനാധിപത്യപരമായത് നമ്മളെ അങ്ങേയറ്റം ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള വിളിച്ച് മാത്രമാണ് നമ്മളവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അത് ഇനിയും ഒന്നാം ഘട്ട പ്രതിഷേധം അന്ന് നടന്നു കഴിഞ്ഞു. ഇതിപ്പം മറ്റു പരിപാടികളൊക്കെ നമ്മൾ RSSുമായിട്ട് ആലോചിച്ച്, അത് BJP പ്രവർത്തകരുമായിട്ട് BJPയുടെ നേതാക്കളുമായിട്ട് ആലോചിച്ച് മറ്റ് വെറുതെ നടപടികളൊക്കെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ നെയ്യാറ്റിൻകര നഗരസഭയുടെ ഗാന്ധി മിത്ര മണ്ഡലത്തിൻ്റെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നമ്മുടെ ഒരു പ്രതിഷേധ ധർണ ഇന്നിപ്പോൾ നടക്കുകയാണ്. നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ അവർക്കാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധമാണ്. ഇത് പിൻവലിക്കുന്നവർ അദ്ദേഹത്തിന് നമ്മൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. തുഷാർ ഗാന്ധിക്കെതിരായിട്ട് നമ്മൾ ഈ വിദ്വേഷ പ്രസംഗത്തെ കേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ 5 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങേയറ്റം പ്രതിഷേധമാണ്. ഈ വാക്ക് പിൻവലിച്ചില്ലെങ്കിൽ അങ്ങേയറ്റം നമുക്ക് RSSൻ്റെയും BJPയുടെയും പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. ഇത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് RSSൽ കൂടെ വളർന്നു വന്നൊരു ആളാണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹം വലിയൊരു പ്രചാരകനായിരുന്നു. RSSൽ കൂടെ വളർന്നു വന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം RSS കൂടെ സംഘശാഖയിൽ പോയി വളർന്നു വന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. അതുപോലെ രാഷ്ട്രപതി വനവാസി കേന്ദ്രത്തിൻ്റെയൊക്കെ പോഷക സംഘടന വനവാസി കല്യാൺ അതിലൂടെ വളർന്നു വന്നൊരു ആളായിരുന്നു ശ്രീമതി മുർമു. അവരും സംഘ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവരാണ്. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ആലോചിച്ച് സൂക്ഷിച്ച് വേണം ഈ പ്രസ്താവനകൾ ഇറക്കുവാനെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു.